ബ്രോ ആകെ ഷോക്കാണല്ലോ, എന്താ സംഭവം? ബസ് ഭേദം ചെയ്യാത്തേക്ക്. ഓക്കെ, അപ്പം ഇവർക്ക് എൻ്റെ അടുത്ത് ഈ മെനു കൊണ്ടുപോയിട്ട് ഭയങ്കര ധൃതിയാണ്. 4 പേര് എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട് മെനു തരാൻ. Only 20, huh? Yeah, not for one each, all together. 20? Yes. ലെക്സറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ക്യാമറ എടുത്ത് ഇറങ്ങിയാണ്, പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്തു. ആ വണ്ടിയിൽ നമ്മൾ ഇന്ന് ഇവിടുന്ന് വാലി ഓഫ് കിങ്സ് 2 മ്യൂസിയത്തിലേക്കൊക്കെ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിക്ക് അദ്ദേഹം 600 ഈജിപ്ഷ്യൻ പൗണ്ടാണ് പറഞ്ഞത്. ലെക്സർ കുറച്ചും കൂടെ കേരളത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയും പൊടിയും പുകയും കുറവുള്ളൊരു അങ്ങാടിയാണ്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ഏരിയ ആണോ അങ്ങനെയൊന്നും അറിയില്ല. പൊതുവെ കേരളം എവിടെ നോക്കിയാൽ ഭയങ്കര പൊടി പിടിച്ച് ഇതായിട്ട് കിടക്കുന്ന അലമ്പായി കിടക്കുന്ന സ്ഥലങ്ങളാണ് കണ്ടിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഊബർ പോലുള്ള സർവീസസ് ഒന്നും അവൈലബിൾ അല്ല. സാധാ ടാക്സി, കുതിരവണ്ടി, ബസ്, മിനി വാൻ പോലത്തെ വണ്ടികളെ അവൈലബിൾ ഉള്ളൂ. പിന്നെ ഇവിടെ 2 കാര്യങ്ങളുള്ളത്. ഒന്ന് വെസ്റ്റ് ബാങ്ക്, അതായത് നമ്മളെ പുഴയുടെ അക്കരെ ഇക്കരെയാണ് പരിപാടികളുള്ളത്. അക്കരെയാണ് വാലി ഓഫ് കിങ്സ്, വാലി ഓഫ് ക്യൂൺസ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അട്രാക്ഷൻസ് ഉള്ളത്. ഇപ്പുറത്തെ സൈഡില് നമുക്ക് കുറച്ച് വളരെ കുറഞ്ഞ കാർണിക് ടെമ്പിള്, അങ്ങനത്തെ ലെക്സർ ടെമ്പിള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ലെക്സർ മ്യൂസിയം, ഇതൊക്കെയാണ് ഇക്കറുള്ളത്. ഇതാണ് ആ ഒരു റിവർ കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ റിവറിൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടി ഒന്ന് സൈഡാക്കിച്ചു. അപ്പോൾ ലെക്സർ, വെൽക്കം ടു ലെക്സർ. നമ്മളിതാ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ്. നമ്മളിപ്പോൾ പോകുന്ന വെസ്റ്റ് ബാങ്ക് എന്ന സൈഡ് അവിടെയാണ് ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ നദി ഒന്ന് നോക്കണം കേട്ടോ. വല്ലാത്തൊരു നദിയാണ് കേട്ടത്. ഒരുപാട് ഹിസ്റ്ററി, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നൈൽ നദി സിവിലൈസേഷൻ, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പിന്നെ ഖുറാനിലെ കണ്ട ഈസാ നബി, മൂസാ നബി, ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ, ഇതെല്ലാത്തിനും ചരിത്രങ്ങളൊക്കെ കുറഞ്ഞൊരു നദിയാണത്. പിന്നെ ഇവിടെ ക്രൂയിസുകളുണ്ട്. ഇതൊക്കെ ഇനി വൈകിട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു ഓണാവുള്ളൂ കംപ്ലീറ്റ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്തപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മളെ ഡ്രൈവർ കാറ് സൈഡാക്കി. അപ്പോൾ ഈ ഒരു കാണുന്ന കാഴ്ച ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കൊളോസി ഓഫ് മേമൺ എന്നതിൻ്റെ പേര്. അതായത് ഗ്രീക്കിലെ ഒരു പ്രതിമകളാണ്. ശരിക്കും 27 BC ഒരു വലിയൊരു എർത്ത്ക്വേക്കിൽ പോയി ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. പക്ഷേ എന്നാലും തകരാണ്ട് നിൽക്കുന്ന ലോകത്തിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പ്രതിമകൾ ഒന്നാണിത്. കാരണം 14ാം നൂറ്റാണ്ട് BC കാര്യമാണിത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മേമൺ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാലോ ഗ്രീക്ക് മിത്തറോളജിയിൽ സൺ ഓഫ് തിത്തോണസ്, അതായത് നമ്മുടെ ട്രോയ് മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അക്കില്ലീസ് കൊല്ലുന്ന ആളാണ് ശരിക്കും മേമൺ എന്ന് പറഞ്ഞാൽ. അക്കില്ലീസ് അദ്ദേഹത്തിനെ കൊല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയിട്ടാണ് കൊല്ലുന്നത് ഈ അക്കില്ലീസ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഫറവോമാരെ കാലത്ത് അത് ഉണ്ടാക്കിയത്. നമുക്കിതിൻ്റെ സൈഡിൽ ചെറിയൊരു ബോർഡ് വെച്ച് കാണാൻ പറ്റും. അത് ശരിക്കും തന്നെ അവിടെ ഒരു ഗ്രൗണ്ട് വാട്ടർ പ്രൊജക്റ്റ്, അവിടെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, ഞങ്ങൾ നോക്കി അങ്ങോട്ട് കയറാൻ പറ്റുന്നു. അപ്പോൾ ഈ 2 പ്രതിമകൾ നിങ്ങളൊന്ന് കാണുക. നമ്മൾ ഈ തേബ് സിറ്റിയിൽ, നമ്മൾ ഈ ലെക്സോറിൽ നമ്മൾ ആ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ തേബ് സിറ്റിയിൽ എത്തുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ആദ്യം നമുക്ക് കാണുന്ന കാഴ്ചയാണത്. ഇവിടെ നിന്നാണ് നമ്മൾ ഹോട്ട് എയർ ബലൂണിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. നാളെ നമ്മൾ ഈ ഏരിയക്ക് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കാണാം. നമുക്കറിയാലോ ഈ ഒരു നൈൽ നദിയുടെ തീരത്തുള്ള ഈ ഒരു പച്ചപ്പ് മാത്രമേ നമുക്ക് ഈജിപ്തിൽ കാണാൻ പറ്റൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മരുഭൂമി പ്രദേശമാണ്. അപ്പം ഇനി നമ്മൾ പോകുന്ന സ്ഥലമാണ് വാലി ഓഫ് കിങ്സ്. അപ്പോൾ ഈ വാലി ഓഫ് കിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തു. വാലി ഓഫ് കിങ്സ്, അതായത് റോയൽ ബറിയൽസ് 500 വർഷങ്ങൾ, അതായത് 16 to 11th century BC വരെ ഈ ഒരു വാലിയിലായിരുന്നു റോയൽ ബറിയൽസ്. കിങ്, അതുപോലെ തന്നെ അവരുടെ ഫാമിലി, അതുപോലെ തന്നെ അവരുടെ പൊസിഷൻസ്, അവരെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ ഈ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ, അതെല്ലാം 979 ഇതൊരു ഹെറിറ്റേജ് സൈറ്റായി മാറി. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം തേബൻ ഏരിയ എന്ന് അതിന് പറയാം. സ്ഥലം വാലി ഓഫ് കിങ്സ്. അതായത് നമ്മൾ ഇന്നലെ കണ്ട
ആ മമ്മിയും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു സ്പോട്ട്. ഓക്കെ, ഒരു സ്പോട്ടല്ലേ? അയ്യോ, ഈ സ്ഥലത്തെ ചൂട് നല്ല കേട്ടോ. ഇതാ വെസ്റ്റ് വാലി ഓഫ് കിങ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആളുകളൊക്കെ ടോംബുകൾ കിട്ടിയത് ഇവിടെ നിന്നാണ്. നമ്മളെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ കണ്ട ടോംബുകൾ കിട്ടിയത് ഇവിടെ നിന്നാണ്. ഓക്കെ, വാലി ഓഫ് ദ കിങ്സ്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടോ, ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ലെക്സർ പാസ് ഉണ്ട് കേട്ടോ, $130. അപ്പോൾ അതിൽ ഈ ലെക്സർ മ്യൂസിയം, ഈ ഒരു കർണിക് ടെമ്പിൾ, ലെക്സർ ടെമ്പിൾ, അതേപോലെ തന്നെ നമ്മൾ ഈ വാലി ഓഫ് കിങ്സിലെ എല്ലാ ടോംബും, ഇതിലെ ഓരോ ടോംബിന് വ്യത്യസ്ത റേറ്റ് ശരിക്കും വരുന്നത്. അപ്പോൾ ഈ വാലി ഓഫ് കിങ്സിൻ്റെ ടിക്കറ്റ് നോക്കുക, 400 ഈജിപ്ഷ്യൻ പൗണ്ടാണ്, സ്റ്റുഡൻസിന് 200 വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓരോ ടോംബ്, അപ്പോൾ അതായത് ടോംബ് 5, 6, ടോംബ് ഓഫ് റാമിസസ്, ടോംബ് ഓഫ് തുക്കുൻഹുമന്, ടോംബ് ഓഫ് ചെത്തി, ഇതിനെല്ലാം സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം എല്ലാ ടോംബും പാടെ വിസിറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും. ഈ ഒരു കാണുന്നതാണ് ഈജിപ്തിൻ്റെ പൗരാണിക മാപ്പ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നിൽക്കുന്ന ലെക്സർ എത്രത്തോളം ദൂരമാണ് കൈറോ എന്ന് നോക്കാൻ പറ്റും. എൻ്റെ ആ വിരൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ എത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഇലക്ട്രിക് കാറിൻ്റെ ഒരു 20 വേറെ എടുക്കണം കേട്ടോ. ഷൂസം മമ്മി, ഷൂസം أحمد شخبارك أحمد؟ شرف حبيبي. هذا كم وقت يعني يريد عشان كامل شوف؟ أنا تخلص الزيارة هنا حتزور كم مقبرة؟ حتزور كم مقبرة؟ How many tombs you visit? اوكي، عندك في تيكت حق 400 اللي هي 3 تذاكر 3 tombs. അപ്പോൾ നമ്മളെടുത്ത ടിക്കറ്റ് പ്രകാരം നമുക്കിപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വണ്ടി നമുക്ക് കിട്ടിയത്, നമ്മൾ ഏതൊക്കെ ടിക്കറ്റ് എടുത്തോ അതിനനുസരിച്ചാണ്. നമ്മളിപ്പോൾ 3 ടോംബ് വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റ് നമ്മൾ വന്ന് എടുത്തത്. അപ്പോൾ നമ്മൾ അയാളോട് ചോദിച്ചു ഏത് ടിക്കറ്റാണ് നിങ്ങൾ എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളെ വിസിറ്റിംഗ് ടൈം ഇവിടെ വരുന്നത്. രാജാവ് രാജ്ഞിയായിരുന്നല്ലോ. അതെ, നമ്മളവിടെ കണ്ട മമ്മി ഇവിടെ 46 വരുമ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് പോകാനുള്ളൂ അവിടെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മേജർ കിങ്സിന്റെ ഒക്കെ ടോംബ് എടുത്തത് ഇവിടെ നിന്നല്ലേ? അതെ 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 അതെ, ആൾക്കാരുണ്ട്, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. ശരിക്കും നോർത്തേൺ ഈജിപ്തിലെ ആണ് പിരമിഡ് ഉണ്ടാക്കിയാണ് അതിനുള്ളിൽ വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ സദേൺ ഈജിപ്തിലൊക്കെ ഇവർ മലൻ്റെ ഉള്ളിൽ ഗുഹകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന രീതിയാണുള്ളത്. കാരണം ഇവിടുത്തെ മലകളൊക്കെ ചെറിയ മലകളാണ്, അവിടെയൊക്കെ ഭയങ്കര വലിയ മലകളാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ശരി, നേരത്തെ നമ്മൾ ആ വണ്ടി വന്നില്ലേ, നിങ്ങൾ ഒരാളും ഇത്തരത്തിലുള്ള ഏരിയയ്ക്ക് വരുമ്പം, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ആ വണ്ടി യൂസ് ചെയ്യരുത്. വെറും ഒരു 200-250 മീറ്റർ ദൂരം യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഒരു വണ്ടിക്ക് നമ്മൾ 20 ഈജിപ്ഷ്യൻ പൗണ്ട് നമ്മൾ പേ ചെയ്തത്. നമുക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ആ ഒരു കാണുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് മാത്രമാണ് ആ വണ്ടിയുടെ സർവീസ് ഉള്ളൂ. അത് ശരിക്കും ഒരു അട്ടർ വേസ്റ്റാണ്. അങ്ങനെ നമ്മൾ 400 ഈജിപ്ഷ്യൻ പൗണ്ട് കൊടുത്ത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ടോംബ് കാണാൻ നമ്മൾ പോകുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ഈസ്റ്റ് വാലി, ഒന്ന് വെസ്റ്റ് വാലി. ഈസ്റ്റ് വാലി എന്ന് പറഞ്ഞാൽ ഏകദേശം ബൾക്ക് ഓഫ് ദ ടോംസ് അവിടെയാണ് കാണപ്പെടുക. അപ്പോൾ ഈ ഒരു 2 സെക്ഷനും, അതായത് വെസ്റ്റ് വാലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് ക്ലിഫ്സും മൗണ്ടൻസൊക്കെ അടങ്ങിയ ഭാഗമാണ്. അപ്പോൾ വിസിറ്റിംഗ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും മസ്റ്റാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ടോംബ്. നമ്മളിതിൻ്റെ അകത്തോട്ട് കയറി, അപ്പോൾ ഈ ഒരു അകത്തോട്ട് കയറി നമ്മൾ ഈ അവസാനം കാണുന്ന കാര്യം മാത്രമാണ് ഈ ടോംബ്. അപ്പോൾ ഈ ഒരു ടോംബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ സൈഡിൽ അന്നത്തെ കാലത്തെ കൊത്തുപണികളെല്ലാം ശരിക്കും എഴുതി വെച്ച് നമുക്ക് കാണാൻ പറ്റും. അന്നത്തെ ആ ഒരു ചരിത്രം കാണുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള ഒരു ടോംബേ ഞാൻ കണ്ടുള്ളൂ. കാരണം നല്ല ചൂടാട്ടോ, നല്ല ചൂടാണ്. അതുകൊണ്ട് ഒറ്റ ടോംബേ കണ്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിവേ വേർത്ത് വിസിറ്റിംഗ് ആണ്. നമ്മൾ ആ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ കണ്ട ഏകദേശം എല്ലാ ടോംബിലുള്ള ആളുകൾ, ഇപ്പോൾ യുവേൻ തുയൊക്കെ ഇല്ലേ, അവരൊക്കെ പിന്നെ ടോംബ്, അവരൊക്കെ ശവകുടീരം ഇവിടെയാണ്. കാരണം പണ്ടൊക്കെ ഇവർ ഓരോ ഗുഹക്കകത്ത്, മുർഷി നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഗുഹക്കകത്ത് ഉള്ളതായിരുന്നു. ഐ എം നബീൽ, ഈസ് മുർഷിദ്. So here for if one person is coming as a tourist, how many days you can recommend for them? Like sir, if possible, I think 4 nights here in Luxor. Okay. To see everything. And relaxing scene. Relax and no rush. You can visit 2 sightseeing because you know the temperature and the condition very difficult for you. Okay. And I think 2 sightseeing for 1 day I think is enough. Okay. Yes. And for hot air balloon, how you recommend? Which time is good? The hot balloon, it's nice, but for me sometimes, because I feel dizzy a little bit sometimes if I go to the highest place. Okay. But it's okay, very enjoyed, of course, very impressive. Okay. I think Did it worked any in the office or company. something? But I have friends
Okay, okay. Yes, I have friend work there. Yes. Okay. After this one, can you just call them? Of course. Okay. I can book with you. അപ്പോൾ നമുക്ക് ആ ഒരു ലേഡി നമുക്ക് അവരുടെ നമ്പറൊക്കെ തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചു, നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തു, നമ്മൾ വേറെ സ്ഥലത്ത് എത്തുകയാണ്. നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. السلام عليكم. هذا شو اسمه هذا؟ حبشة سود. حشبة سود. أوكي. معبد حبشة سود. حشبة سود. اوكي. زير أنت لوكسور. زير؟ لوكسور. لوكسو. حشبة سود എന്നതിന്റെ പേര് ട്ടോ മുർഷേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് നമ്മൾ 1-2 വട്ടം അധികം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത് അടുത്തൊരു ടോംബിൻ്റെ ഏരിയയാണ്. നിങ്ങൾ ആ ഒരു കറക്റ്റ് ദൂരമുള്ള ആ മലകൾ കണ്ടോ? ഈ മലയുടെ അടുത്തുള്ള ഗുഹയിലായിരുന്നു അന്ന് ഈ രാജാക്കന്മാരെ മരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത്, അടക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടി എടുക്കണം. അപ്പോൾ ഈ സ്ഥലം എന്തായാലും കാണാൻ പറ്റിയൊരു മൂഡിലായിരുന്നില്ല. കാരണം ഈ ഒരു വണ്ടി കണ്ടില്ല നിങ്ങൾ, ഈ വണ്ടിയിൽ നമ്മളെ കയറ്റി അറ്റത്ത് വരെ കൊണ്ടുപോകും. പിന്നെ നമ്മൾ ആ മല കയറണം. അപ്പോൾ ഈ ഒരു ചൂട് നമ്മളെ ശരിക്കും അതിനെ അനുവദിച്ചില്ല. ആ ഒരു ഗുഹ കണ്ടില്ലേ, അതിൻ്റെ പോലെ തന്നെ. അപ്പോൾ ഈ ചൂട് അനുവദിക്കാത്തത് കൊണ്ട് നമ്മുടെ ഡ്രൈവറോട് പറഞ്ഞു നമുക്ക് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മൾ എവിടേക്ക് എത്തുകയാണ്, നമ്മളെ ലെക്സർ സിറ്റിയിലേക്ക് ഇനി പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ആ സെയിം ബ്രിഡ്ജ് എത്തിയിട്ടോ, നമ്മൾ ആ നൈൽ നദിയുടെ ഈ ഒരു ബ്രിഡ്ജ് ഒരു വലിയൊരു കാഴ്ച കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾ കാണാം, അസ്വാൻ. അപ്പോൾ ഈ ലെക്സർ ലെഫ്റ്റിക്കും അസ്വാൻ റൈറ്റിക്കും. ഈ അസ്വാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ ആ നൈൽ നദിയിൽ ഇവിടെയാണ് അസ്വാൻ എന്നായിരുന്നു നമ്മൾ ഈ ഇതുണ്ടാക്കാൻ പിരമിഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ ഈ ലെക്സർ ടൗണിൽ നമ്മൾ എത്തി. അപ്പോൾ ടൗൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഒരു 8-9 മണി ആയി കഴിഞ്ഞാൽ ടൗൺ കഴിഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ ഒരു കർണക് ടെമ്പിൾ നമ്മൾ ആ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ എത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിവിടെ കയറുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ലാർജസ്റ്റ് ആൻഷ്യൻ റിലീജിയസ് സൈറ്റ് ഇൻ ദ വേൾഡ് ആണ് ശരി കർണക് ടെമ്പിൾ. മസ്റ്റ് വിസിറ്റ് ആണ്. അമൂൺ റേ എന്നാണ് ഇവിടുത്തെ ഒരു ഗോഡിൻ്റെ പേര്. നമുക്ക് ഈജിപ്തിൻ്റെ ഓൾഡസ്റ്റ് റിലീജിയസ് കൾച്ചറിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടെമ്പിൾ ശരിക്കും നടന്ന് കാണിക്കാൻ ഈ കുതിരവണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ലെക്സറിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഒരു 3 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം, അതായത് നമുക്കറിയാലോ അവിടുത്തെ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ കൂടുതൽ ചരിത്രാതീത കാലത്ത് മുതൽ നമുക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഒന്ന് റോഡിലേക്ക് തന്നെ ഇറങ്ങി നമ്മൾ ലെക്സർ പാർക്കിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഈ ഒരു ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പള്ളികളുണ്ട് ഇവിടെ. അതേമാതിരി തന്നെ നല്ല ഡസ്റ്റി ആയിട്ടുള്ള ഭാഗങ്ങളാണ്. സിറ്റിയുടെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അസ്സലാമു അലൈക്കും. كيف حالك اخوي؟ الحمد لله. بس شيء اسير معي شوي بس. ماشي. اوكي جزاك الله خير يا اخي. الله يخليك. الله يخليك. അപ്പോൾ ചില ഷോപ്പുകൾ നമ്മളിപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഇപ്പോൾ കണ്ടേ, ഈ ഒരു ഷോപ്പിൽ ഇവർ ശരിക്കും നമ്മളോട് കറക്റ്റ് പൈസ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ചില ഷോപ്പിൽ അങ്ങനെയല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ بس انا قال يعني في دكان اوكي اذا شوف نفر يقول زياده فلوس لكن انت ما شاء الله ما في يعني. الله يخليك. الله اوكي عشان هذا انا يقول يعني في دكان ثاني دكان فصلت التصوير. باليوتيوب انا يقول يعني انت مرتاح يعني اوكي الحمد لله. ഓക്കെ ഫ്രീ. അപ്പോൾ ചില ഷോപ്പുകളിലെ ആളുകൾ എന്ത് ചെയ്യും, മറ്റേ ഈ പൈസ അധികം മേടിക്കും, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി നമ്മളെ അരോചകരാക്കും, നമുക്ക് കുറേ കൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കുതിരവണ്ടി കണ്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് പോകണേ. ഇത് ചെറിയ ഷോപ്പുകൾ കണ്ടില്ല നിങ്ങൾ, ഈ കിച്ചൺ ഐറ്റംസ്, വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ചെറിയ ഷോപ്പുകൾ. അപ്പോൾ ഇതൊക്കെ ഇവർക്കൊക്കെ സാധനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൈറോന്ന് തന്നെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ആളുകൾ സ്കൂളിട്ട് പോവുകയാണ്. ഈജിപ്ഷ്യൻ അറബ് ലാൻഡ് ബാങ്ക്. ഓക്കെ, പഴയ കെട്ടിടങ്ങളാട്ടോ, സെയിം പഴയ കെട്ടിടങ്ങളാണ്. അപ്പോൾ കുതിരവണ്ടിയുടെ ആളുകൾ നമ്മളോട് ക്യാൻവാസിങ്ങിന് ചോദിച്ച് നിൽക്കുന്നുണ്ട്, കുതിരവണ്ടി പോകണോ. അങ്ങനെ ഏകദേശം ആ ഒരു 3 മണിക്കൂർ ഉറക്കും, അത് കഴിഞ്ഞാൽ ഒരു വാക്കും കഴിഞ്ഞ് ഞങ്ങൾ ഈ സിറ്റിയുടെ സെൻറ്ററിൽ എത്തിയപ്പോൾ, ഇതാണ് ലെക്സർ ടെമ്പിളിൻ്റെ അടുത്തേക്ക് അപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം സൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോലീസൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ, നല്ല സെക്യൂരിറ്റി ഉണ്ട്. കാരണം വെച്ചാൽ നമുക്കറിയാലോ ഈ ഈജിപ്തും നമ്മുടെ ഗാസ, നമ്മുടെ പിന്നെ ഫലസ്തീൻ്റെ ഗാസയും ക്ലോസ് ആണ്. അപ്പോൾ പോലീസ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൈറോയിൽ കണ്ട അതേ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെമ്പിളിൻ്റെ പ്രമിസസിലേക്ക് ഉണ്ട് കിടക്കുകയാണ്. അപ്പോൾ ടെമ്പിളിൻ്റെ പ്രമിസസ് തന്നെ നമ്മൾ അവിടേക്ക് കയറുന്ന മുമ്പ് നമുക്ക് ഈ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. നമുക്ക് എന്തായാലും മുറിച്ചോണ്ട് സംസാരിച്ചുകൊണ്ട് പോവാം. ഇപ്പോഴുള്ള കാഴ്ച നല്ല ഭംഗിയാട്ടോ. നമ്മൾ സാധാരണ നമ്മളല്ലേ ചെറിയ കുട്ടികൾ, പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഇവിടുത്തെ കുട്ടികൾ തന്നെ അല്ലേ, ലോക്കൽ കുട്ടികളാണ്. ആക്ച്വലി നമുക്ക് പുറത്ത് വിദേശ കുട്ടികൾ വന്ന് ഇവിടെ കളിക്കണം നമുക്ക് തോന്നില്ല. ടൂറിസ്റ്റുകളല്ല, കൂടുതൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ തന്നെയാണ്. ഈ ഒരു കാഴ്ച അടിപൊളിയായി. ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പക്ക വൃത്തിയായിട്ടുള്ള കാഴ്ചയായി. കാരണം നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് പോകുമ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഏറ്റവും വൈകുന്നേരം പോവുക.
അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറബിയിലാണ് അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരിക, ചില കാര്യങ്ങൾ ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുക, അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. سيدي أبو الحجاج ده ابنه عبد العاطي. تمام. ده ابن عبد العاطي. اوكي. تمام. وده مقام السيدة تريزا. مقام السيدة تريزا. تريزا. زوجة سيدي أبو الحجاج. تمام. كانت مسيحية وأسلمت. اوكي كلم عربي. دي الغرفة بتاعت سيدي أبو الحجاج كان يتعبد فيها في هذا المكان، يطلع من المقام بتاعه ويتعبد في هذا المكان. اوكي. وفي جامع معاصر 3 حضارات، حضارة فرعونية وحضارة قبطية وحضارة إسلامية. جامع بين 3 حضارات، فرعوني وقبطي وإسلامي. اسلام. اوكي. عايز تصوروا حاجة صوروا. اوكي. انا بسوي هذا ترجم عشان اركبه على اليوتيوب، مو مشكلة. عادي مشكورة. بس ما يكونش تسجيل يعني حصور برا على النت ولا كلام بيتي. لا من برا من دبي انا اسوي هذا التسجيل. يعني عندي في صديق هو يعرف. قولي يعني انا اتكلم عربي من الامارات، لكن هنا من مصر في فرق في خير، يعني عشان احسن. അതിന് കണ്ട മേലെ സാധനം അതിലുണ്ട്, ഇതിലില്ല. السلام عليكم. This one he is asking that in one place. This from Fatimiyya about 850 years now. 80. And the other one is new. Another one new, 200 years. Okay. You can go inside. نعم هذا خالد. يعني What can you see is story for Luxor Temple of STR here? The Sufi man, we stay here. And the people, Christian people can have a church down here, closed now. Yeah. And this is the temple here, the story for Luxor Temple. And here is the Mihrab direction for Mecca. Okay. Yeah, this is a Mumbar for the Imam. And the peasant Romani. Yes, and this. Have all the Mihrab here. And here on Mihrab is making hand, Old one. old one. Making hand for the stone Luxor Temple, cut it by hand. And here millimeter for the water before the machine. Millimeter for water. Water. Before the machine, can the people clean hand and washing here and drinking. Hiya, Bob. അങ്ങനെ ആ ഒരു ടെമ്പിളിൻ്റെയും ആ ഒരു ഭാഗങ്ങളെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ സെയിം ടെമ്പിളിൻ്റെ നേരെ തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പ്, അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയാണ്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലെക്ചറിൽ സോഫാർ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്കാം ഉണ്ടല്ലോ, ഈ ഫുഡ് സ്കാം, നമ്മൾ ഹോട്ടലിൽ എത്തി കഴിഞ്ഞാൽ സെപ്പറേറ്റ് മെനു കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പറയാം, നോക്കാം. ബ്രോ ആകെ ഷോക്കാണല്ലോ, എന്താ സംഭവം? അല്ല നമുക്ക് ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായ അനുഭവം ഏത് ഒരു വേറെ ഐറ്റംസ് ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് അനുഭവമാണ്. അതായത് ലെക്ചറിലെത്തിയപ്പോൾ കുറച്ച് കൂടിക്കാന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഉള്ള കറക്റ്റ് പൈസ അല്ല അവർ നമുക്ക് തരുന്നത്. ലോക്കൽസിന് വേറെ ഭക്ഷണം, പുറത്തുള്ള ആൾക്കാർക്ക് വേറെ ഭക്ഷണം. എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ ഓർഡർ ചെയ്യുന്ന ഫുഡും ഞാൻ ഓർഡർ ചെയ്യുന്ന ഫുഡിനും ഞാൻ സെപ്പറേറ്റ് റേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വിഷമം തോന്നും. ലൈക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞതാ, ഈജിപ്ഷ്യൻ റൈസ് അതാ ഓരോ ഐറ്റംസിൻ്റെ ഇംഗ്ലീഷിലെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220, 250, 300. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള ഹോട്ടൽസ് ഈ നടത്തുന്ന സ്കാം വളരെ മോശമാണല്ലോ. നിങ്ങൾ ഈ ഒരു മെനു കംപ്ലീറ്റ് വായിച്ചു നോക്കുക. ഏകദേശം 200 പൗണ്ടിൻ്റെ മുകളിലാണ് പ്രൈസ്. നേരെ മറിച്ച് ഇതേ സെയിം ടൈമിൽ നിങ്ങൾ അറബിക് മെനു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില നോക്കി നിങ്ങൾ എല്ലാത്തിൻ്റെയും പൈസ 50, 60, ഏകദേശം ഒരു 100, 25. അപ്പോൾ നമ്മളെന്തായാലും അറബിക് മെനു പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെനു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം.
അപ്പം ഇവർക്ക് എൻ്റെ അടുത്ത് ഈ മെനു കൊണ്ടുപോയിട്ട് ഭയങ്കര ധൃതിയാണ്. 4 പേര് എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട് മെനു തരാൻ. അത് കാരണം വെച്ചാൽ ഈ അറബി ഇംഗ്ലീഷും സംസാരിക്കുന്ന ആൾക്കാർ വന്ന് അവർക്ക് ഈ ഒരു കള്ളി വെളിച്ചത്താവുന്ന ഇതിലാണ് അവർ എന്നോട് മെനു ആവശ്യപ്പെടുന്നത്. ഭക്ഷണം എത്തി ഓൺലി ആവറേജ് മാത്രമാണ്. നമുക്കൊരിക്കലും ഒരു നല്ല ഫുഡ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഷവർമ്മ ഈ ഒരു ഷേപ്പിലായിട്ട് വരിക. അപ്പോൾ മുകളിൽ ഈ ഒരു മയനൈസൊക്കെ ഇട്ടിട്ടാണ് വരിക. അങ്ങനെ നമ്മളെ ബില്ലെത്തി 444 പൗണ്ട് കേട്ടോ. അതിൽ മുകളിൽ നിങ്ങൾ കാണാം 160 എന്ന് പറഞ്ഞാൽ 2 ഷവർമ്മക്ക 80 നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ ആ ഒരു 3 ജ്യൂസിന് നമുക്ക് ആ ഒരു അറബിക് മെനുവിൻ്റെ അതേ പ്രൈസേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പം നോക്കുക. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഞാനിപ്പം റഷ്യൻ കൺട്രീസ് ആകുമ്പോൾ നമ്മളിപ്പം ഈ പിന്നെ ജോർജിയ, കസാക്കിസ്ഥാൻ ഈ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ യൂറോപ്പിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ വിയറ്റ്നാം, ഇന്തോനേഷ്യ ഇവിടെ, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ദുബായിൽ എവിടെ ആയാലും ഒരേ ഭക്ഷണത്തിന് ഡിഫറൻറ്റ് ചാർജ് ഈടാക്കുന്നത് വളരെ കുറവാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സ്കാമും കാര്യങ്ങളും നിങ്ങൾ നോക്കുക, ഇതിനെക്കുറിച്ച് നിങ്ങൾ അലേർട്ട് ആവുക. ഇത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അവൻ ഭയങ്കര തള്ളതാണ്, കാരണം പൈസ വളരെ ഫുഡ് 5 പൈസക്കില്ല. കടയുടെ പേര് സ്നാക്ക് ടൈം എന്നാണ്. പിന്നെ ഇവിടെ മുമ്പിൽ തന്നെ അറബിയിൽ എല്ലാ ഭക്ഷണത്തിൻ്റെയും പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം പറ്റിക്കലാണ്. ബാക്കിയുള്ള ആൾക്കാരോടും നല്ല പറ്റിച്ചിട്ടുള്ള പ്രൈസാണ് പറയണത്. അതുകൊണ്ട് ഞാനൊരു നിലക്കും ഒരു കാരണവശാലും ഈ റെസ്റ്റോറൻറ്റ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മളെല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാവുമല്ലോ, നമ്മൾ ചില ഭക്ഷണങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഗൈസ് എന്ന് പറയും, ചിലത് നിങ്ങൾ ട്രൈ ചെയ്യരുത് പറയും. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തോളി. ഭക്ഷണം അവിടുത്തെ ഭക്ഷണം പോരാ, പക്ഷേ നിങ്ങൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെനു അറിഞ്ഞിട്ട് ഓർഡർ ചെയ്യുക. മുറിച്ച് ചെറിയ വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ. നമ്മൾ ആ അലക്സ ടെമ്പിളിൻ്റെ ആയിക്കൂടെ വെച്ചൊരു വാക്കിന് പോയി, ബാക്ക് സൈഡിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പിളിൻ്റെ ഭാഗമൊക്കെ നൈറ്റിലായതുകൊണ്ട് നമുക്ക് ക്ലിയർ ഒന്നുമില്ല, നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കണ്ട് പോവാം. വേണ്ട എന്തിന് നടക്കാനുള്ള വഴി നമ്മൾ തീരുമാനിച്ചില്ലേ? ആ 20 ഉറുപ്പ്യയിൽ നിൽക്കുവോ? Only 20, huh? Yeah, not for one each, all together. 20? Yes. Only for 3. Yeah. 20 Egyptian pound. Yeah, not me Allah. Huh? Me more. 20 Yeah. Egyptian pound. Yeah. For 3 people. Yeah. ثلاثة 20 Yeah, for 3 people, 20 pounds. This one my house. Look, my friend. Okay. For my YouTube. Yeah. شو اسم؟ محمود. محمود. شو اخبارك محمود؟ تمام. أنا نبيل. أنت أحسن رايك. 20 ഈജിപ്ഷ്യൻ പൗണ്ട് നമ്മൾ കയറണം കേട്ടോ. പോയേക്കാം. Me not same people, you know? മഹ്മൂദ് ഒരുപാട് വാചാലനാണ്. 15 വയസ്സായ ഒരു കുട്ടി. പക്ഷേ $20 പൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ഞങ്ങളെ നേരെ ഒരു കടയിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ കുതിരയ്ക്ക് വെള്ളം വേണം, ഞങ്ങൾ അവിടുന്ന് ഷോപ്പിംഗ് ചെയ്യണം എന്നൊരു കാര്യം പറഞ്ഞു. പക്ഷേ ഞങ്ങളത് കേട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ പറ്റിക്കുന്നതാണ് ശരിക്ക്. പക്ഷേ നമ്മളത് അവനോട് ഒരു ചെറിയ വഴക്കിനൊന്നും പോയില്ല. നമ്മൾ അവന് ചെറിയൊരു ടിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവനെ കണ്ടപ്പോഴും ഇവൻ്റെ ആ ഒരു ഊർജ്ജവും ഇവൻ്റെ ഒരു എനർജിയും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നില്ല അവനോട്. കാരണം ഒരു കുടുംബത്തിനെ മൊത്തം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഒരുപാട് നാടുകൾ ഇത്തരത്തിലെ ബാലന്മാരെ നമുക്ക് കാണാൻ പറ്റും. സോ ദേ ആർ മോർ എനർജിക്, എൻതൂസിയാസ്റ്റിക്, അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് അവർ. അപ്പോൾ അവരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ പഠിച്ചവനും മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും മുർഷിയോട് സൈനിങ് ഓഫിന് സമയമായി. നോക്കാം, മുർഷി എടുത്ത് പോവാം. നമ്മൾ സൈനിങ് ഓഫിനാണ് നൈൽ നദിക്കരയിൽ നിന്ന്. ഓക്കെ, ഇതാ ഏകദേശം പാർട്ടി ചീനവല പോലത്തെ സാധനം കണ്ടിട്ട് ആ ഒരു പാർട്ടി ക്രൂസൊക്കെ അവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ നാടിനെ ഈ നാടാക്കിയ, ഈ മരുഭൂമിയെ ഒരു മരുപ്പച്ചയാക്കിയ നാട്ടിൽ നിന്ന്, ലെക്സറിൽ നിന്ന് നമ്മൾ സൈനിങ് ഓഫാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.